അതല്ല അതിൽ കയറി പിടിക്കാന്ന് നോക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞ എന്താന്ന് പിന്നെ മനസ്സിലായിരുന്നു. അവര് കരഞ്ഞു കഷ്ടം. അനുമോളാണെങ്കിൽ വിഷയമില്ലായിരുന്നു. സരികാഷ് ഇങ്ങനൊരു വിഷയം വന്നേ ഇതെല്ലാം നമ്മള് പുറത്ത് പോയി കഴിഞ്ഞാൽ സംസാരിക്കും കൊറേ കാര്യങ്ങൾ. 2-3 ഇതൊക്കെ ഇല്ലാതെ മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴേ യൂസ് വരും. അപ്പൊ തരും. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സാധനം റിഫ്രഷ്മെന്റ് ആണ്. സോപ്പ്, മോയ്സ്ചറൈസർ, അടിക്കുന്നു വന്ന് 6 മാസം ഉറങ്ങി കഴിഞ്ഞാൽ അപ്പ എണീക്കും അടി കൊടുക്കും. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കോമ്പോ. ഡയറക്റ്റ് അങ്ങനെ പറയുന്നത് രീതി ക്യാപ്റ്റൻ അറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബുൾഷിറ്റ് വെറുതെ ശോകം ഹെഡ് ഫുൾ ഓഫ് ഷിറ്റ് ആണ്. വെരി ജഡ്ജ്മെന്റൽ ഫ്രീക്കാണ്. ജഡ്ജ്മെന്റൽ വില്ലേജർ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നത് ചില ആൾക്കാര് അഗ്രസീവ്ലി വിൻ ചെയ്യാൻ വന്നത് സ്റ്റൈലാണ്. ഇതാണ് അത് എക്സ്പോഷർ ഇല്ല. അവൻ മീൻസ് എക്സ്പോഷർ മീൻസ് ലൈക്ക് ഡിഫറെന്റ് കൾച്ചേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ശീലമില്ല. അവനിപ്പോ മറ്റേ ആര്യനെ വിളിക്കണം, അവന് സ്വയം ഭയങ്കര താഴ്ത്തിയാണ് വിളിക്കണം. പാൽകുപ്പി, CBSE എന്നൊക്കെ പറഞ്ഞ് വിളിക്കണല്ലേ. ബ്ലഡി ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലേ, വെറുതെ. നിന്റെ അടുത്ത് എല്ലാരും പറയും എനിക്ക് സീരിയസ് ആയിട്ട് കളിക്കാൻ പറഞ്ഞു. ഇവൻ പറയാൻ പിടിക്കൂ. ഇവൻ പറഞ്ഞ പുട്ടുമോൻ പറഞ്ഞല്ലോ. കാരണം എന്താണ് ആ ജഡ്ജ്മെന്റിലായതുകൊണ്ട്. അതെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിപ്പോ വളച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് സമയം അറിയത്തില്ല, നേരം അറിയത്തില്ല, കൊറേ പിശാച് പോലെ ക്വാളിറ്റി ഇല്ല. എല്ലാം തെളിവ് അറിയാം,